സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്. അപ്പം ഫാരഡ് എന്തിൻ്റെ യൂണിറ്റാണ്? കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ്. ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. സിഖ് കൂട്ടക്കൊല എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ദിരാഗാന്ധി വധവുമായിട്ട് ഉണ്ടായ സംഭവമാണ് സിഖ് കൂട്ടക്കൊല. ഇത് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? നാനാവതി കമ്മീഷൻ. ഇന്ദിരാഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ട സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ നാനാവതി കമ്മീഷൻ ആണ്. അടുത്ത ചോദ്യം, ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് വ്യവസ്ഥയെയാണ്? ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് വ്യവസ്ഥയെയാണ്? ശ്വസന വ്യവസ്ഥയാണ് ജലദോഷം ബാധിക്കുന്നത്. ശ്വസന വ്യവസ്ഥ. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണ്? ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണ്? ഹെൻറി. ഫാരഡ് എന്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു? കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഫാരഡ്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി. മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ. എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കുവാനായിട്ടാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ ഉപയോഗിക്കുന്നത്. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്നത് പ്രോഹിബിഷൻ ആണ്. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? പ്രോഹിബിഷൻ. അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം ഏത്? അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാനായിട്ട് കഴിയുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ. ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രദാനം ചെയ്യുന്നത്? ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് വൻകരകൾ. വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ 5 വളയങ്ങൾ വരുന്നതാണ് ഒളിമ്പിക് ചിഹ്നം. നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് എന്നീ ചിഹ്നങ്ങൾ പരസ്പരം ബന്ധിച്ച വളയങ്ങളാണ് ഒളിമ്പിക് ചിഹ്നത്തിൽ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് വെള്ളയാണ്. ഇതിൽ ഈ വളയങ്ങൾ സൂചിപ്പിക്കുന്നത് വൻകരകളെയാണ്. ഇതിൽ മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏത് വൻകരയാണ് എന്ന് കമന്റ് ചെയ്യുക. മഞ്ഞ വളയം. അടുത്ത ചോദ്യം, സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് കലാപത്തെയാണ്? സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് നാവിക കലാപം. സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് നാവിക കലാപത്തെക്കുറിച്ചാണ്. ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ക്ഷേത്രത്തിന്റെ പേര് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ഏതാണ്? ചാലിയാറാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് AK ഗോപാലൻ അറസ്റ്റിലായ വർഷം. ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് AK ഗോപാലൻ അറസ്റ്റിലായത്? ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട്. വർഷം ഏതാണ്? 1932 ആണ്. 1932 ജനുവരി 4 AK ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായത്.
അപ്പോൾ AK ഗോപാലൻ 1932 ജനുവരി 4 അറസ്റ്റിലായത് ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചാൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സുകുമാർ അഴീക്കോടിന്റെ തത്വമസിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകൻ. തത്വമസി ആരുടേതാണ്? സുകുമാർ അഴീക്കോടിൻ്റെതാണ്. സുകുമാർ അഴീക്കോടിന്റെ തത്വമസിയിൽ പരാമർശിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. സ്മൃതി മന്ദാന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്മൃതി മന്ദാന ക്രിക്കറ്റ് താരമാണ്. സ്മൃതി മന്ദാന ക്രിക്കറ്റ് താരം. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? മൺപാത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഏത് ചലനത്തിനാണ് ഉദാഹരണം? ഗൂർണന ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്രം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. ഗൂർണന ചലനത്തിന് ഉദാഹരണം. 20 ഹെർട്സിൽ താഴെ ആവർത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത്. 20 ഹെർട്സിൽ താഴെ ആവർത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് ശബ്ദം എന്നത് 20 ഹെർട്സിന് താഴെ ആവർത്തിയുള്ള ശബ്ദം. ഇൻഫ്രാസോണിക് ശബ്ദം. 20,000 ഹെർട്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത് അൾട്രാസോണിക് സൗണ്ട്സ് എന്നാണ്. അൾട്രാസോണിക് സൗണ്ട്സ് 20,000 ഹെർട്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദം. ഇനി മനുഷ്യന് കേൾക്കാൻ സാധ്യമായ ശബ്ദം എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ള ശബ്ദമാണ് മനുഷ്യനെ കേൾക്കാനായിട്ട് സാധ്യമാക്കുന്നത്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ളത്. 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദം അറിയപ്പെടുന്നത് അൾട്രാസോണിക് സൗണ്ട്സ് എന്നാണ്. അടുത്തത്, VT ഭട്ടതിരിപ്പാട് ജനിച്ച സ്ഥലം ഏതാണ്? VT ഭട്ടതിരിപ്പാട് ജനിച്ചത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ കിടങ്ങൂരാണ്. VT ഭട്ടതിരിപ്പാട് ജനിച്ചത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ കിടങ്ങൂർ. ജനിച്ച നവോത്ഥാന നായകൻ ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? VT ഭട്ടതിരിപ്പാട്. ജനിച്ചത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ കിടങ്ങൂർ. റബ്ബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണം. രോഗത്തിന്റെ പേര് ചീക്ക്. ഏതിലാണ് കാണപ്പെടുന്നത്? റബ്ബറിൽ കാണപ്പെടുന്ന ചീക്ക് രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? ഫംഗസ് ആണ്. റബ്ബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണം ആകുന്നത് ഏതാണ്? ഫംഗസ്. ഇലക്ട്രിസിറ്റി എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആര്? ഇലക്ട്രിസിറ്റി എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വില്യം ഗിൽബർട്ട് ആണ്. ഇലക്ട്രിസിറ്റി എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വില്യം ഗിൽബർട്ട്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം. ചോദ്യം ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? രോഹിണിയാണ്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? രോഹിണി. ലോക ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടന. ക്രിക്കറ്റ് ഏതാണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടന. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. കറുത്ത വാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം ഏതാണ്? കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി ദിവസം നടക്കുന്നത് ഏത് ഗ്രഹണമാണ്? സൂര്യഗ്രഹണമാണ്. സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി ദിവസമാണ്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നോബൽ സമ്മാനം അറിയപ്പെടുന്നത് ടൈലർ പ്രൈസ് എന്നാണ്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ടൈലർ പ്രൈസ്. നേത്രരോഗി എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയിരുന്നത് ആര്? നേത്രരോഗി എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയിരുന്നത് EV കൃഷ്ണപിള്ളയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഡൽഹി മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ. ഡൽഹി മെട്രോ. ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു? മാസ് കൂടുന്നു. ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു? ജഡത്വവും കൂടുന്നു. ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ആ വസ്തുവിന്റെ ജഡത്വം എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. മംഗൾയാൻ 1 വിക്ഷേപണ വാഹനം ഏതായിരുന്നു?
മംഗൾയാൻ 1 വിക്ഷേപണ വാഹനം. PSLV C-25. PSLV C-25. PSLV C-25 മംഗൾയാൻ 1 വിക്ഷേപണ വാഹനം. ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷവിമുക്ത സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷവിമുക്ത സംസ്ഥാനം ഗോവയാണ്. ഗോവ. കാങ്കർവാലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാങ്കർവാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. കാങ്കർവാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദത്തിന്റെ പ്രതിപാദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. സംസ്ഥാനങ്ങളുടെ യൂണിയനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 1-ാമത്തെ അനുച്ഛേദമാണ്. ഏത് ജില്ലയിൽ വെച്ചാണ് ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നത്? ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ വെച്ചാണ്. കോഴിക്കോട് ജില്ല ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നു. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി 10-ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 10-ാം പഞ്ചവത്സര പദ്ധതി. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി 10-ാം പഞ്ചവത്സര പദ്ധതിയാണ്. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കം. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. ഏതിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്? സ്പെറിലൈറ്റ് ഏതിൻ്റെ അയിരാണ്? പ്ലാറ്റിനമാണ്. പ്ലാറ്റിനത്തിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്. പ്ലാറ്റിനത്തിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്. ദി കൊളീഷൻ ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതി ആര്? ദി കൊളീഷൻ ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പ്രണബ് മുഖർജിയാണ്. പുസ്തകത്തിന്റെ പേര് ദി കൊളീഷൻ ഇയേഴ്സ്. രചിച്ചത് ആരാണ്? പ്രണബ് മുഖർജിയാണ്. പ്രണബ് മുഖർജി. സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത് ആര്? ഗാനമാണ് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം. അത് നിരോധിച്ചത് ആരാണ്? സർ CP രാമസ്വാമി അയ്യറാണ്. ഈ ഗാനം രചിച്ചത് ആരാണ്? P. ഭാസ്കരനാണ്. വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത് P. ഭാസ്കരനാണ്. സർ CP രാമസ്വാമി അയ്യർ വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം എന്ത് ചെയ്തു? നിരോധിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 10 പ്രകാരം ഒരു പൗരന്റെ പൗരത്വം ഇല്ലാതാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ. ഏതാണ് അനുച്ഛേദം? അനുച്ഛേദം 10 പ്രകാരം ഒരു പൗരന്റെ പൗരത്വം ഇല്ലാതാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. കബീർ സമ്മാനത്തിന് അർഹനായ ആദ്യ മലയാളി. കബീർ സമ്മാനം ഡോക്ടർ K. അയ്യപ്പ പണിക്കറാണ്. കബീർ സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ മലയാളി ആരാണ്? ഡോക്ടർ K. അയ്യപ്പ പണിക്കർ. മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യ മലയാളി സാഹിത്യകാരൻ. മൂർത്തി ദേവി അവാർഡ് അക്കിത്തമാണ്. മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി സാഹിത്യകാരൻ ആരാണ്? അക്കിത്തം. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? പൊതുസ്ഥലങ്ങളിൽ പുകവലി നിയന്ത്രിച്ചത് 21-ാം അനുച്ഛേദ പ്രകാരമാണ്. 21-ാം അനുച്ഛേദം. കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഏതാണ്? കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്നത് പ്ലാശ് ആണ്. കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്നത് പ്ലാശ്. കേരളത്തിലെ 2-ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? കേരളത്തിലെ 2-ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി PP ഉമ്മർ കോയയാണ്. PP ഉമ്മർ കോയ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏത്? ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നത് നാക്രിയസ് മേഘങ്ങളാണ്. നാക്രിയസ് മേഘങ്ങൾ. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നാക്രിയസ് മേഘങ്ങളാണ്.
ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത്, ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം വരച്ചത് ആര്? ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ്. അമൃത ഷെർഗിൽ. പുല്ലാട്ട് ലഹള ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുല്ലാട്ട് ലഹള അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ഏർപ്പെടുത്തിയ വർഷം? ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ഏർപ്പെടുത്തിയത് 1986 1986. 1822 ബോംബെ സമാജാർ സ്ഥാപിച്ചത് ആര്? ബോംബെ സമാജാർ സ്ഥാപിച്ചത് ഫർദുൻജി മാർസ്ബാൻ ആണ്. ഫർദുൻജി മാർസ്ബാൻ ആണ് ബോംബെ സമാജാർ സ്ഥാപിച്ചത്. 1822 ബോംബെ സമാജാർ സ്ഥാപിച്ചത് ആരാണ്? ഫർദുൻജി മാർസ്ബാൻ. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഹൃദയഭാഗം ഏതാണ്? ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഹൃദയഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡ്. മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച ആദ്യ വാഹനം? മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച ആദ്യ വാഹനം അപ്പോളോ 8 ആണ്. അപ്പോളോ 8. സംസ്ഥാന ഗ്രാമ വികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം? സംസ്ഥാന ഗ്രാമ വികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രാമഭൂമി. ഗ്രാമഭൂമി. ഏത് നേതാവിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിൽ ശതാബ്ദി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്? ഏത് നേതാവിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിൽ ശതാബ്ദി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ജവഹർലാൽ നെഹ്റു. മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗം? മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗം ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയുന്നത്. മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗമാണ് ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി എന്നറിയപ്പെട്ടത് ആര്? അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി ONV കുറുപ്പാണ്. ONV കുറുപ്പാണ് അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി എന്ന് അറിയപ്പെട്ടത്. അച്ചനാകാമർ അമർകാണ്ടക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? അച്ചനാകാമർ അമർകാണ്ടക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. പടപ്പാളയങ്ങളിലെ ഭാഷ എന്ന് അറിയപ്പെടുന്നത്? പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദു ആണ്. പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആര്? കൃത്രിമ പേസ് മേക്കർ. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നെഫോസ്കോപ്പ്. നെഫോസ്കോപ്പ് എന്തിനു ഉപയോഗിക്കുന്നു? മേഘങ്ങളുടെ ചലനദിശ, വേഗം എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്നു നെഫോസ്കോപ്പ്. ഹോർത്തൂസ് മലബാറിക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്? അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കുന്നത് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിനായിട്ട് എഴുതിയ രചനയാണ് ഇട്ടി അച്യുതൻ. ഡിഗ്ബോയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം? ഡിഗ്ബോയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത് 1901 1901. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏത്? സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസൗണ്ട് ആണ്. സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്.
അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത് ആരാണ്? കെ കേളപ്പനാണ്. കെ കേളപ്പൻ. പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്, പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ. ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിവരാണ് പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത്. സൈലന്റ് സ്പ്രിംഗ് പ്രസിദ്ധീകൃതമായ വർഷം. സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം പ്രസിദ്ധീകൃതമായത് 1962 1962. സൈലന്റ് സ്പ്രിംഗ് ആരുടെ കൃതിയാണ്? റേച്ചൽ കാഴ്സിന്റെ കൃതിയാണ്. സൈലന്റ് സ്പ്രിംഗിലെ പ്രതിപാദ്യ വിഷയം ഏതെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? DDT ആണ്. DDT. കാസ്ലിംഗ് എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാസ്ലിംഗ് ചെസ് ആണ്. കാസ്ലിംഗ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ഛത്തീസ്ഗഡ് രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡ് മുക്തി മോർച്ച എന്ന സംഘടന രൂപവൽക്കരിച്ച നേതാവ്. സംഘടനയുടെ പേര് ഛത്തീസ്ഗഡ് മുക്തി മോർച്ച. രൂപവൽക്കരിച്ചത് ശങ്കർ ഗുഹാനി യോഗിയാണ്. ശങ്കർ ഗുഹാനി യോഗി. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി ഗുവാഹത്തിയാണ്. ഗുവാഹത്തി. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി ഗുവാഹത്തി. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെട്ടത് A.T. അരിയരത്നയാണ്. A.T. അരിയരത്നയാണ് ശ്രീലങ്കൻ ഗാന്ധി എന്ന് അറിയപ്പെട്ടത്. സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം. സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർ ന്യൂറോൺ. ഇന്റർ ന്യൂറോൺ ബന്ധിപ്പിക്കുന്നത് സംവേദനാഡിയെയും പ്രേരകനാഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകോശം ഏത് എന്ന് ചോദിച്ചാൽ ഇന്റർ ന്യൂറോൺ ആണ്. ബന്ദ് ഭരണഘടനാ വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് എന്ന്. ബന്ദ് ഭരണഘടനാ വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് 1997 ജൂലൈ 28. 1997 ജൂലൈ 28 ബന്ദ് ഭരണഘടനാ വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ. ഏത് ഋതുവിലാണ് ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്? ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് ശൈത്യകാലത്താണ്. ശൈത്യകാലം. താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗം. താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗം ദന്തമൂലം അഥവാ റൂട്ട്. ദന്തമൂലം അല്ലെങ്കിൽ റൂട്ട് എന്നറിയപ്പെടുന്നത് താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗമാണ്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ. ISRO ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. ISRO ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. 1990 ഫെബ്രുവരി 4 എറണാകുളം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എറണാകുളം ജില്ലയാണ്. 1990 ഫെബ്രുവരി 4 ആരാണ് പ്രഖ്യാപിച്ചത്? VP സിംഗ് ആണ്. VP സിംഗ്. ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് ആര്? ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെതാണ്. നന്ദലാൽ ബോസ്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു. വിഷ്വൽ പർപ്പിൾ റോഡോപ്സിൻ ആണ്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? റോഡോപ്സിൻ. തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം. തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം തിക്മോട്രോപിസം ആണ്. പ്രതിഭാസത്തിന്റെ പേര് തിക്മോട്രോപിസം. ഘൃതുക്കളുടെ കവി എന്നറിയപ്പെട്ടത് ആര്? ഘൃതുക്കളുടെ കവി ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരിയാണ് ഘൃതുക്കളുടെ കവി എന്ന് അറിയപ്പെട്ടത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് ധവള വിപ്ലവമാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നും അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നും അറിയപ്പെടുന്നത് ധവള വിപ്ലവം. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജം ഏതാണ്? പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്നത് ഗതികോർജമാണ്. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജം ഗതികോർജം.
രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസ്സാക്കുന്നത് എവിടെയാണ്? രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസ്സാക്കുന്നത് ലോകസഭയിലാണ്. ലോകസഭ. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം ഏതാണ്? 1957 1957. ഏത് ഉടമ്പടിയോടെയാണ് കേരള തീരത്ത് ഡച്ചുകാരുടെ രാഷ്ട്രീയ വാണിജ്യ മേധാവിത്വത്തിന് തിരശീല വീണത്? ഏത് ഉടമ്പടിയോടെയാണ് കേരള തീരത്ത് ഡച്ചുകാരുടെ രാഷ്ട്രീയ വാണിജ്യ മേധാവിത്വത്തിന് തിരശീല വീണത്? മാവേലിക്കര ഉടമ്പടിയോടുകൂടിയാണ്. 1753. 1753 മാവേലിക്കര ഉടമ്പടി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് കരളാണ്. കരൾ. ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? അസ്ഥിയുടെ പേര് ഹയോയിഡ് അസ്ഥി. കാണപ്പെടുന്നത് താടിക്കും കഴുത്തിനും ഇടയിലാണ്. താടിക്കും കഴുത്തിനും ഇടയിലാണ് ഹയോയിഡ് അസ്ഥി കാണപ്പെടുന്നത്. ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതതല സമിതി ഏത്? ജ്ഞാനപീഠ പുരസ്കാര നിർണയം പ്രവര പരിഷത്താണ്. പ്രവര പരിഷത്ത്. RH നെഗറ്റീവായ മാതാവ്, RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ? എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് എന്നാണ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. RH നെഗറ്റീവായ മാതാവ്, RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. മൂത്രത്തിൽ ആൽബുമിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ്? മൂത്രത്തിൽ ആൽബുമിൻ്റെ സാന്നിധ്യം ഹെല്ലേഴ്സ് ടെസ്റ്റാണ്. ഹെല്ലേഴ്സ് ടെസ്റ്റ് എന്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ്? ആൽബുമിൻ്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ഹെല്ലേഴ്സ് ടെസ്റ്റ്. റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗർഭാശയമാണ്. ഗർഭാശയം. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി? കേരളം പ്രശ്നങ്ങളും സാധ്യതകളും C. അച്യുതമേനോനാണ്. C. അച്യുതമേനോൻ. പുസ്തകത്തിൻ്റെ പേര് കേരളം പ്രശ്നങ്ങളും സാധ്യതകളും. ഡെക്കാൻ പീഠഭൂമിയുടെ പ്രധാന കാർഷിക വിള ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ പ്രധാനപ്പെട്ട കാർഷിക വിള പരുത്തിയാണ്. പരുത്തി. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്നാക്കിയത് 96ാമത്തെ ഭേദഗതി പ്രകാരമാണ്. 96ാം ഭേദഗതി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം: വ്യക്തമായിട്ട് വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ? വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.